ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് റോളാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡിനകത്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇത് നമുക്ക് 4 മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ ടിഫിനായിട്ട് പിള്ളേർക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ കുക്കിങ്ങിന് ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആവത്തില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തുള്ള ഈ വെള്ള പോർഷൻ ഒന്ന് കളയണം. അതുപോലെ ഇതിനകത്തുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ചെറിയൊരു ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ക്യാപ്സിക്കം വെള്ള പോർഷനൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മളിത് കുക്ക് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പൊടിയായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഫില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ പൊടിയായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ക്യാപ്സിക്കം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. ഞാൻ ചെറിയൊരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടിയായി കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില വേണം. മല്ലിയില നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതും നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ക്യാപ്സിക്കത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റാം. നമുക്ക് ആദ്യം ഒരെണ്ണം ഈ ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് സ്വീറ്റ് കോണാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ടിന്നിനകത്തും ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു മുട്ട ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന ചീസാണ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ ചേർക്കുന്നത് ബാർബിക്യൂ സോസാണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. ശകലം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ വീണ്ടും നമ്മൾ മാറ്റി വെച്ചൊരു മുട്ടയില്ലേ, അത് വീണ്ടും ഒന്നും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട മതിയെങ്കിൽ അത്രയും ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിവിടെ വേസ്റ്റ് ആവണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ടൊന്നും നിറക്കല്ലേ കേട്ടോ. ശകലം ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ മൈദ വെച്ചത് കാരണം അത് നല്ലപോലെ അങ്ങ് ഒട്ടി നിന്നോളൂ. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നിങ്ങളെടുക്കുന്ന ബ്രെഡ് ഇതുപോലെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ആവി കൊള്ളിക്കുക. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പൊട്ടാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്യാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നങ്ങ് കറക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഫിനിഷായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കി എന്നിട്ട് സാവധാനം ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്രയും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് കണ്ടോ, ഇനിയും ബാക്കിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ബ്രെഡിനകത്ത് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കാവുന്നതാണ്. ഇനി പാൻ ചൂടായാൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഓരോ ബ്രെഡ് റോളും വെച്ച് കൊടുത്തിട്ട് നമുക്ക് 4 സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് 4 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട്
നല്ലപോലെ ബ്രൗൺ കളറായാൽ നമുക്കിത് കോരിയെടുക്കാം. ഇതിനകത്തേക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 4 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ഒരു കളറായാൽ നമുക്ക് കോരിയെടുക്കാം. തീ കുറച്ച് വെക്കുക. ബ്രെഡാണ്. വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ ചേർത്തിട്ട് ബാക്കിയുള്ള റോളും കൂടെ ഇതുപോലെ അങ്ങ് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. ഇതുപോലെ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തതെല്ലാം ഞാൻ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മളിതിനകത്ത് മൊസറല്ല ചീസൊക്കെ ചേർത്ത കാരണമാണ് ഇങ്ങനെ വലിഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചീസ് ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം.